വെൽക്കം മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്. മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡെയിലി യൂസിങ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ആണ്. ഇതറിഞ്ഞാൽ നമുക്ക് ഒരു മടിയും കൂടാതെ ഹിന്ദി സംസാരിക്കാം. എനിക്ക് പഠിക്കണം, മുझे പഠനാ ഹേ. എനിക്ക് പഠിക്കണം, മുझे പഠനാ ഹേ. ഏതെങ്കിലും സാധനം കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇത് എത്ര രൂപയാണ്? യേ കിത്തനെ രുപയേ കാ ഹേ. യഹ് കിത്തനെ രുപയേ കാ ഹേ. മുझे പതാ ഹേ, എനിക്കറിയാം. മുझे പതാ ഹേ, എനിക്കറിയാം. എനിക്കറിയില്ല എന്ന് പറയുന്നത് മുझे പതാ നഹി ഹേ. മുझे പതാ നഹി ഹേ, എനിക്കറിയില്ല. മുझे യാദ് ഹേ, എനിക്കോർമ്മയുണ്ട്. യാദ് ഓർമ്മ. മുझे യാദ് ഹേ, എനിക്കോർമ്മയുണ്ട്. നമ്മൾ പറയത്തില്ലേ എനിക്ക് ഓർമ്മയില്ല. മുझे യാദ് നഹി ഹേ, എനിക്ക് ഓർമ്മയില്ല. മുझे യാദ് നഹി ഹേ, എനിക്ക് ഓർമ്മയില്ല. മേം ജാൻതാ ഹൂം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. സ്ത്രീലിംഗത്തിലാണെങ്കിൽ മേം ജാൻതി ഹൂം. എനിക്കറിയില്ല എന്ന് പറയുന്നത് മിൻ നഹീം ജാൻതാ ഹൂം, അല്ലെങ്കിൽ മിൻ നഹീം ജാൻതി ഹൂം എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് പുല്ലിംഗവും സ്ത്രീലിംഗവും നോക്കിയിട്ടാണ് പറയുന്നത്. മേം ഖാന ഖാത്താ ഹൂം, അല്ലെങ്കിൽ മേം ഖാന ഖാത്തി ഹൂം. ഇത് പുല്ലിംഗം സ്ത്രീലിംഗം അനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന് മേം ഖാന ഖാത്താ ഹൂം. ഞാൻ വെള്ളം കുടിക്കുന്നു. മേം പാനി പീത്താ ഹൂം, അല്ലെങ്കിൽ മേം പാനി പീത്തി ഹൂം. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേം കാം കർത്താ ഹൂം, ഞാൻ ജോലി ചെയ്യുന്നു. മേം ഘർ ജാത്താ ഹൂം, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഹിന്ദി പഠിക്കുന്നു. മേം ഹിന്ദി സീക്താ ഹൂം. സ്ത്രീലിംഗമാണെങ്കിൽ സീക്തി ഹൂം എന്ന് പറയുന്നു. സീഖിന പഠിക്കുക. മേം ഹിന്ദി സീക്താ ഹൂം, ഞാൻ ഹിന്ദി പഠിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നു. മേം സമജ്താ ഹൂം, അല്ലെങ്കിൽ മേം സമജ്തി ഹൂം. സമച്ചിന മനസ്സിലാക്കുക. എനിക്ക് മനസ്സിലാകുന്നു. മേം നഹീം സമജ്താ ഹൂം, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതിൽ മേം നഹീം സമജ്താ ഹൂം ഓർ സമജ്തി ഹൂം. മുझे പസന്ത് ഹേ, എനിക്കിഷ്ടമാണ്. പസന്തിന ഇഷ്ടപ്പെടുക. മുझे പസന്ത് ഹേ, എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. മുझे പസന്ത് നഹി ഹേ, എനിക്കിഷ്ടമല്ല. മുझे പസന്ത് നഹി ഹേ. ഞാൻ തയ്യാറാണ്. മേം തയ്യാർ ഹൂം. ഞാൻ തയ്യാറെന്ന് വെച്ചാൽ മേം തയ്യാർ ഹൂം. ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. ഇത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും പറയുന്നത്. പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ, ഭൂതകാലത്തിൽ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. മേനെ ഖാന ഖായ, ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ വെള്ളം കുടിച്ചു. മേനെ പാനി പിയ. മേനെ പാനി പിയ, പിയ കുടിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. മേം ഘർ ഗയ. മേം ഘർ ഗയ, ഞാൻ വീട്ടിലേക്ക് പോയി. സ്ത്രീലിംഗമാണെങ്കിൽ മേം ഘർ ഗയി. ഞാൻ കണ്ടു എന്ന് ഹിന്ദിയിൽ പറയുന്നത് മേനെ ദേഖ. ദേഖിന കാണുക. മേനെ ദേഖ. ഞാൻ കേട്ടു. മേനെ സുന. സുന്ന കേൾക്കുക. മേനെ സുന. ഞാൻ പഠിച്ചു. മേനെ സീഖ. സീഖിന പഠിക്കുക. മേനെ സീഖ, ഞാൻ പഠിച്ചു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. മുझे യാദ് ഥാ, അതായത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഥാ വന്നത്. മുझे യാദ് ഥാ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്നാണെങ്കിലോ മുझे യാദ് നഹീം ഥാ, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. യാദ് ഓർമ്മ. നമ്മൾ പഠിച്ചത് പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ ടെൻസാണ്. അത് ഭാവി കാലം. മേം ഖാന ഖാവൂങ്ക, സ്ത്രീലിംഗമാണെങ്കിൽ ഖാവൂങ്കി, ഞാൻ ഭക്ഷണം കഴിക്കും. ഫ്യൂച്ചർ ടെൻസ്. മേം പാനി പീവൂങ്ക, അല്ലെങ്കിൽ മേം പാനി പീവൂങ്കി, ഞാൻ വെള്ളം കുടിക്കും. മേം ഘർ ജാവൂങ്ക, സ്ത്രീലിംഗമാണെങ്കിൽ മേം ഘർ ജാവൂങ്കി, ഞാൻ വീട്ടിലേക്ക് പോകും. ഞാൻ വീട്ടിലേക്ക് പോകും എന്നുള്ളതിന് മേം ഘർ ജാവൂങ്ക. ഞാൻ പഠിക്കും. മേം സീഖൂങ്ക, സ്ത്രീലിംഗം മേം സീഖൂങ്കി, സീഖിന പഠിക്കുക. ഞാൻ ചെയ്യും. മേം കരൂങ്ക. മേം കരൂങ്കി സ്ത്രീലിംഗം, ഞാൻ ചെയ്യും.
ഞാൻ ഓർമ്മിക്കും. മേം യാദ് രഖൂങ്ക അല്ലെങ്കിൽ മേം യാദ് രഖൂങ്കി. ഞാൻ ഓർമ്മിക്കും. യാദ് ഓർമ്മ. നമ്മളിപ്പോൾ 3 കാലത്തിലും അതായത് 3 ടെൻസിലും നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ പഠിച്ചിരുന്നു. ഇത് നമ്മുടെ ഡെയിലി യൂസിൽ തന്നെ ഉള്ളതാണ്. വളരെ അത്യാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത ക്ലാസ്സുമായി ഞാൻ വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.